ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് സോയല്ല ഹെയർ അക്സസറീസ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ സ്റ്റെൻസിൽസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഞാനിവിടെ 3 ബട്ടർഫ്ലൈ സ്റ്റെൻസിൽ എടുത്തിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ എന്നുള്ള 3 സ്റ്റെൻസിൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞു പിൻട്രസ്റ്റ് എന്ന ആപ്പിനകത്ത് കിട്ടും, അതുപോലെ ഗൂഗിൾ ചെയ്താലും കിട്ടും. നമുക്കിങ്ങനെ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഉൾപ്പെടെ വരും. നമ്മളിത് പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ചെടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾക്കിന്ന് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കിത് നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ഇൻഡിപെൻഡൻസ് ഡേ തീമായിട്ടാണ്. അപ്പം ഞാൻ നമ്മുടെ ബട്ടർഫ്ലൈ സ്റ്റെൻസിൽസ് ഇതിനകത്തോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ ഏറ്റവും അടിയിൽ വരുന്ന പച്ച കളറ്, അത് അതിന് വലിയ സ്റ്റെൻസിൽ, അതിൻ്റെ ചെറുതിന് വൈറ്റിന് 7 സെൻറ്റിമീറ്ററിൻ്റെത്, പിന്നെ നമുക്ക് 5 സെൻറ്റിമീറ്ററിൻ്റെ ഓറഞ്ച് ഏറ്റവും മുകളിൽ വരുന്നത്. അപ്പോൾ അതൊന്ന് വരച്ച് കൊടുക്കാം. ഓൾറെഡി 2 എണ്ണം ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്, വരയ്ക്കുന്നതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള നല്ലപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം വരയ്ക്കാൻ. അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പം സ്റ്റെൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നമ്മുടെ ഔട്ട്ലൈൻ തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ വരച്ചെടുത്തു, അത് കട്ട് ചെയ്ത് എടുത്തു. അപ്പോൾ ഇതുപോലെ 3 ബട്ടർഫ്ലൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ പച്ചയുടെ പുറത്തോട്ട് നമുക്ക് വൈറ്റ് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഈ വൈറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെക്കണം. അത് നമുക്ക് ആ പച്ചയും കൂടെ കാണണം, ആ രീതിയിൽ വേണം. അതിനാണ് നമ്മൾ അളവ് ഒരേ അളവിലെടുക്കാതെ പല അളവിലെടുക്കുന്നത്. അതിൻ്റെ പുറത്ത് നമ്മൾ ഓറഞ്ചും ഒട്ടിച്ചു വെച്ചു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് ഒട്ടി വരും. അപ്പോഴത്തേക്കും നമുക്കിതൊന്ന് മടക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബട്ടർഫ്ലൈസിൻ്റെ അതിൻ്റെ ചിറകിരിക്കുന്ന പോലെ നല്ല ഇതായിട്ട് നമുക്കിതൊന്ന് കിട്ടും. ഇതുപോലെയൊന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്ലാറ്റായിട്ടിരിക്കുന്നതിൽ നല്ലതാണ് 2 സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ അശോക ചക്രം. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടും കാര്യമില്ല, കാരണം പുറത്ത് ഓറഞ്ച് വരുമ്പോൾ അത് നമ്മൾ കാണില്ല, ഇങ്ങനെ ഒരു ഇതായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് 2 ബട്ടർഫ്ലൈക്ക് 2 കൊമ്പ് കൊടുക്കണമല്ലോ. അത് നമുക്ക് ഒരു ബ്ലൂ ബീഡ്സിൽ 2 ബ്ലൂ ബീഡ്സ് എടുത്തിട്ട് അതിൽ നമുക്കതിന് നമ്മൾ 2 ആൻറ്റിന പോലെ ഉണ്ടല്ലോ ബട്ടർഫ്ലൈസിന്, അത് നമുക്ക് കൊടുക്കാം. ഞാൻ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഗിയർ വയർ അത്യാവശ്യം വലിപ്പത്തിൽ എടുക്കണം. ഞാൻ അളവ് ഇപ്പോൾ കറക്റ്റ് പറയുന്നില്ല, കുറച്ച് വലിപ്പത്തിൽ തന്നെ എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഇതിന് ചുറ്റി കൊടുക്കാനുള്ളതാണ്. നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ, ഗിയർ വയർ ഒട്ടിച്ചു കൊടുത്താൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് അവിടെ സ്റ്റിക്കായിട്ടിരിക്കത്തില്ല. അപ്പം നമ്മളിതിങ്ങനെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് അവിടെ ഇരുന്നോളൂ, ഇളകി വരില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം. ചുറ്റി കൊടുക്കുമ്പോൾ അത് നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. നമ്മളൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഈ ഗിയർ വയറൊക്കെ ഈ സെൻറ്ററിൽ നിന്നൊന്ന് മറയാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ കാണുമ്പം അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഞാൻ ബ്ലൂ ഫോം ഷീറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതും നമ്മളൊരു അശോക ചക്ര തീമിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് അതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ. നമ്മുടെ ബട്ടർഫ്ലൈ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി. അപ്പോൾ എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വെച്ച് കൊടുക്കാനും അതുപോലെ നമുക്ക് സെയിൽ ചെയ്യാനും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ക്ലിപ്പാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.